എനിക്ക് ആക്ച്വലി ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിരുന്ന ഒരു പോയിന്റിലാണ് കെ.എസ്. മെന്ററിൽ ജോയിൻ ചെയ്യുന്നത്. LSCSന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം. പ്രിലിംസ് ബാച്ചിലാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒരു സ്റ്റക്കായിരുന്ന പോയിന്റ് ആയിരുന്നു. പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്ന സമയമായിരുന്നു. LSCSന്റെ ഓൺലൈൻ കോച്ചിങ് മാത്രമായിരുന്നു കെ.എസ്. മെന്ററിന്റെ ഓൺലൈൻ കോച്ചിങ് മാത്രമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പ്രിലിംസ്. എനിക്ക് എന്താണ് ആക്ച്വലി PSCയുടെ ഞാൻ എപ്പോഴും ഡിഗ്രി പ്രിലിംസ് കയറുമായിരുന്നു. പിന്നെ മെയിൻസ് കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രിലിംസിനും ഒരു ഡിഫറെന്റ് രീതിയിൽ പഠിക്കണം. വെറുതെ ഫാക്ട് മാത്രം പഠിക്കരുത്. എലിമിനേഷൻ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും PSCയിലും എന്നൊക്കെ എനിക്ക് മനസ്സിലായത് കെ.എസ്. മെന്ററിലായിരുന്നു. പിന്നെ ഞാൻ എല്ലാ ടെസ്റ്റ് സീരീസും കൃത്യമായിട്ട് എടുക്കുമായിരുന്നു. പ്രിലിംസ് അതുകൊണ്ട് എനിക്ക് നല്ല സ്കോറോടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. കെ.എസ്. മെന്ററിന്റെ ക്ലാസ് തന്നെയായിരുന്നു. എനിക്കും ഏലിയൻ ആയിട്ടുള്ള ടോപ്പിക്കുകളായിരുന്നു. ഇന്ത്യൻ പൊളിറ്റി മാത്രമായിരുന്നു അതിൽ കുറച്ചെങ്കിലും അറിയാവുന്ന ടോപ്പിക്ക്. പക്ഷേ കെ.എസ്. മെന്ററിന്റെ ക്ലാസ്സുകളെല്ലാം കേൾക്കുമായിരുന്നു. പിന്നെ അവിടുന്ന് ഉള്ള മെറ്റീരിയലുകൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. പിന്നെ എല്ലാ ടെസ്റ്റ് സീരീസുകളും എസ്പെഷ്യലി ഫുൾ ലെങ്ത് ടെസ്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ എക്സാമിന്റെ മെയിൻ സോഴ്സുകൾ. ഞാൻ എപ്പോഴും എക്സാമിന് പഠിച്ചിട്ട് പോയിട്ട് എക്സാം ഡേയിൽ പ്രശ്നമാക്കുന്ന ആളായിരുന്നു. അപ്പം ഞാൻ ടെസ്റ്റ് സീരീസ് എന്തായാലും ഫുൾ ടെസ്റ്റുകൾ കെ.എസ്. മെന്ററിന്റെ അവിടെ തന്നെ ഞാൻ പോയി എഴുതുമായിരുന്നു എല്ലാ ദിവസവും. അപ്പം എനിക്ക് പോയി എഴുതിയിരുന്നത് കൊണ്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ എക്സാമിന്റെ ഡേയിൽ പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല. ഈവൻ പേപ്പർ 2 കുറച്ച് ഡിഫറെന്റ് ആയി വന്നെങ്കിൽ പോലും എനിക്ക് കെ.എസ്. മെന്ററിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പേപ്പർ 2 എനിക്ക് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുത്തെ ക്ലാസ്സസ് കേൾക്കാൻ. ഞാൻ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളത് ഈവൻ സിവിൽ സർവീസിന് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. ജോഗ്രഫിയും ഹിസ്റ്ററിയും പൊളിറ്റിയും ഒക്കെ. അപ്പം ഞാൻ ആ ക്ലാസ്സുകളിലായിരുന്നു കൂടുതൽ റിലേ ആയിട്ടുണ്ടായത്. ഈവൻ ഞാനൊരു ബ്രേക്ക് എടുത്ത് ആ കെ.എസ്. മെനന്റെ ക്ലാസ്സിന് ശേഷമാണ് ഞാൻ വീണ്ടും സിവിൽ സർവീസിലേക്കും ഓക്കെ ട്രൈ ചെയ്യാം